സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പ് നമ്മുടെ പരിസരത്തെത്തിക്കഴിഞ്ഞു. എല്ലാവരും നോമ്പിനെ കുറിച്ചുള്ള സംസാരങ്ങളും ആലോചനകളും അതേപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും ആരാധനാ കേന്ദ്രങ്ങളുമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. പരിശുദ്ധമായ നോമ്പ് ഒരു അതിഥിയെപ്പോലെ, ഒരു വിരുന്നുകാരനെപ്പോലെ വർഷാവർഷവും നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന ഈ റമളാൻ മാസത്തെ വെൽക്കം ചെയ്യാൻ വേണ്ടി, സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളും തയ്യാറായി കഴിഞ്ഞു എന്നത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നോമ്പിനെ സ്വീകരിക്കാം. പശ്ചാത്താപം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാം. ഈ ഒരു മുദ്രാവാക്യമാണ് ഈ റമളാനിൽ നാം സ്വീകരിക്കേണ്ട നയം. എന്തിനാണ് നോമ്പ്? ജീവിതം നാം മനസ്സിലാക്കുന്നത് പോലെ അതൊരു ഒഴുക്ക. 11 മാസം നമ്മൾ ഒഴുകുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒഴുക്കിൽപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ, ആ ജീവിതത്തിൽ ഏറ്റിട്ടുള്ള മുറിവുകളും പരുക്കുകളും ശാരീരികമായും മാനസികമായും ഒക്കെ പല പ്രയാസങ്ങളിലൂടെ നാം സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കേറ്റിട്ടുള്ള നമ്മുടെ പരിക്കുകൾ, നമ്മുടെ മുറിവുകൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും താളഭംഗം വന്നിട്ടുള്ള നമ്മുടെ ജീവിതത്തെ താളാത്മകമാക്കണം. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നിട്ടുള്ള താളഭംഗം അടുക്കും ചിട്ടയുമില്ലാതെ, ലക്കും ലഗാനുമില്ലാതെ, പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു 11 മാസം നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഒരു ബ്രേക്ക് ആവശ്യമാണ്. അള്ളാഹു അതിനു വേണ്ടി തന്നെയാണ് നോമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്.
തികച്ചും താളാത്മകമായി നോമ്പിനെ സ്വീകരിച്ചുകൊണ്ട് അതുവഴി സ്വർഗം കരസ്ഥമാക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യം ആ ഒരു ചിന്തയിലൂടെയാണ് ഏതൊരു വിശ്വാസിയും കടന്നു പോകേണ്ടത്. അപ്പൊ എന്തിനാണ് നോമ്പ് എന്ന ചോദ്യത്തിന് ഉത്തരം യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ സമുദായത്തിനും നോമ്പുണ്ടായിരുന്നു. അവർക്ക് നോമ്പുണ്ടായിരുന്നത് പോലെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കാലങ്ങളിലും നിലനിന്നിരുന്ന നോമ്പ് അത് നിങ്ങൾക്കും ഇതാ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. അപ്പൊ നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് താളഭംഗം വന്നിട്ടുള്ള ജീവിതത്തെ അതിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാനും ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കാനും വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ക്രമീകരണം ആവശ്യമാണെങ്കിൽ അത് കൃത്യമായ സൂക്ഷ്മതയിലൂടെ മാത്രമേ സാധ്യമാകൂ. ദൈവഭക്തിയിലൂടെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണത്. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ മര്യാദകളും അതിന്റെ അദബുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് നോമ്പിലേക്ക് കയറി വരുന്ന, റമളാനിനെ സ്വീകരിക്കുന്ന, ആ റമളാനിനെ വെൽക്കം ചെയ്യുന്ന ഏതൊരാൾക്കും അവരുടെ ജീവിതത്തിൽ വളരെ കൃത്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് നൽകുന്ന സന്ദേശം. റമളാനിന്റെ സുവിശേഷമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിങ്ങനെയാണ്: അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രി, സുഫിദത്തി ശയാത്തീൻ വമറദത്തുൽ ജിൻ, ധിക്കാരിയായ ജിന്നുകളെയും അതേപോലെ തന്നെ പിശാചുക്കളെയും റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ബന്ധിക്കപ്പെടുമെന്നതാണ്. വഗുല്ലിഖത് അബ്വാബന്നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും ഒന്നാമത്തെ രാത്രിയിൽ തന്നെ. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ ഫലം യഫ്തഹ് മിൻഹാ ബാബുൻ, കൊട്ടിയടക്കപ്പെട്ട നരകത്തിന്റെ വാതിലുകളിൽ നിന്ന് ഒരെണ്ണം പോലും, ഒരൊറ്റ വാതിലുകൾ പോലും തുറക്കപ്പെടുകയില്ല. ഫലം യുഫ്തഹ്, തുറക്കപ്പെടുന്ന പ്രശ്നമില്ല. വഫുതിഹത് അബ്വാബുൽ ജന്ന, അതോടൊപ്പം നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതോടൊപ്പം സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടും. ഒന്ന് കൊട്ടിയടക്കും, മറ്റൊന്ന് തുറക്കപ്പെടുമെന്നതാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതിലുകളിൽ ഒരെണ്ണം പോലും അടക്കപ്പെടുന്ന പ്രശ്നവുമില്ല. എന്നിട്ട് മുനാദിയൻ,
അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. വിളംബരം ചെയ്യുന്നവൻ അവിടെ ഒരു വിളംബരം നടത്തുന്നു. യാ ബാഗിയൽ ഖൈർ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ, അഖ്ബിൽ, നീ നന്മ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിക്കോ. വയാ ബാഗിയ ശർ, ഓ തിന്മയുടെ ആളെ, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ, ഇഖ്സുർ, ആ തിന്മകളെ വിഭാടനം ചെയ്തുകൊണ്ട്, തിന്മകളോട് രാജി പറഞ്ഞുകൊണ്ട് പിന്മാറിക്കോ എന്ന് പറയപ്പെടുമെന്നാണ്. മാത്രമല്ല, ആ രാത്രി, റമളാനിന്റെ രാത്രികളുടെ പ്രത്യേകത, അതിന്റെ സുവിശേഷം പ്രവാചകൻ അറിയിക്കുകയാണ്. വല്ലാഹു ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നതാണ്. വദാലിക അലാ കുല്ലി ലൈല, ഏതെങ്കിലും ഒരു ദിവസത്തിലല്ല, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ മാത്രമല്ല, റമളാനിന്റെ എല്ലാ രാത്രികളിലും അങ്ങനെ നരകത്തിൽ നിന്നുള്ള വിമോചനം നൽകപ്പെടുമെന്നും റമളാനിന്റെ സുവിശേഷമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ കൃത്യമായ ഒരു രേഖയിലേക്ക്, കൃത്യമായ ഒരു ദിശയിലേക്ക്, കഴിഞ്ഞ 11 മാസക്കാലത്തെ നമ്മുടെ ജീവിതത്തിലെ അടുക്കും ചിട്ടയുമില്ലാതെ നമ്മൾ ജീവിതത്തിന്റെ മേഖലകളിലൂടെ കടന്നുപോയെങ്കിൽ, കൃത്യമായ രേഖയിലൂടെ കടന്നു പോകാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മാസത്തിന്റെ സുവിശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വിശദീകരിച്ചത്. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ് അതിന്റെ അർത്ഥം. സകലമാന പാപങ്ങളെയും, മനുഷ്യ സഹജമായി മനുഷ്യരിൽ ഉണ്ടാകുന്ന, മനുഷ്യരങ്ങനെയാണ്, പ്രകൃതിപരമായി തെറ്റുകൾ ചെയ്യുന്നവരാണ് മനുഷ്യർ. തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന മനസ്സുള്ളവരാണവർ. കുല്ലു ബനി ആദം ഖത്താഊൻ, ആദമിന്റെ മക്കൾ അങ്ങനെയാണ്. എന്നാൽ ഖൈറുൽ ഖത്തായീന, തെറ്റ് ചെയ്യുന്നവരിൽ, പാപം ചെയ്യുന്നവരിൽ ഉത്തമർ അത്തവ്വാബൂന, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. അപ്പൊ പശ്ചാത്തപിച്ചു മടങ്ങാൻ, നമ്മളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ, ഇതാ സത്യവിശ്വാസികളെ, നിങ്ങൾക്കിതാ ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷകരമായ ദിനങ്ങൾ ഇതാ നിങ്ങളിലേക്ക്, നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. അപ്പോ നമ്മുടെ പാപങ്ങൾ അത്രയും കരിച്ചു കളയുന്ന ആ ഒരവസരം നമ്മൾ പരിപൂർണമായും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഈ അവസരം നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നാളെ സമാധാനം പറയേണ്ടി വരും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ പ്രാർത്ഥിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് ആവർത്തിച്ച് 3 തവണ ആമീൻ പറയുകയും ചെയ്ത ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാര്യം നമ്മൾക്ക് പറഞ്ഞു തരിക. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഇദൽ മിംബറ, മിംബറിൽ കയറി, ഫഖാല ആമീൻ, ഫഖാല ആമീൻ ആമീൻ എന്നിങ്ങനെ പ്രവാചകൻ ആമീൻ എന്നിങ്ങനെ 3 തവണ പ്രവാചകൻ പറയുക, പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഫഖീല യാ റസൂലല്ലാഹ്, പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നക ഹീന സൈദത്തിൽ മിംബർ, അങ്ങ് മിംബറിൽ കയറിയപ്പോ ഖുൽത ആമീൻ, അങ്ങ് ആമീൻ പറഞ്ഞല്ലോ 3 തവണ, അതെന്തിനാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ജിബ്രീല ആതാനി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അരികെ വന്നു,
ഫഖാല, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, മൻ അദ്റക ശഹ്റു റമളാൻ, ഒരു മനുഷ്യന് റമളാൻ മാസം വന്നെത്തി, റമളാൻ മാസത്തെ സ്വീകരിച്ചു, പക്ഷേ ഫലം യുഗ്ഫർ ലഹു, ആ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല, തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിൽ പരിപൂർണമായും സ്വന്തത്തെ സമർപ്പിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നേടാൻ കഴിയാതെ ആ ഒരു മാസക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി എങ്കിൽ ജിബ്രീൽ പറയുന്നു, ഫദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മാത്രമല്ല അല്ലാഹു അവനെ ദൂരെ ദൂരെ അവനെ ആട്ടി അകറ്റും. എന്നിട്ട് കൊൽ, ഈ സംഭവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്ത് നബിയോട് പറഞ്ഞു, കൊൽ, നബിയെ പറയണം, ആമീൻ എന്ന് പറ എന്ന് പ്രവാചകനോട് പറയുകയാണ്. നമ്മളാണ് ചിന്തിക്കേണ്ടത്. റമദാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ നാം ഓരോരുത്തരും ചിന്തിക്കണം, കൃത്യമായ ഒരു അജണ്ട നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് മണ്ണറയ്ക്കുള്ളിലാണ്. ഇനിയൊരു റമദാനിനെ സ്വീകരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? ഇനിയുള്ള കൈവിരലുകളിൽ എണ്ണപ്പെടുത്താൻ പറ്റിയ ദിവസങ്ങൾ ഉള്ളപ്പോൾ പോലും നമ്മൾക്കുണ്ടാവേണ്ട ബേജാറ്, ആ റമദാനിനെ, പരിശുദ്ധമായ ആ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ റബ്ബേ എനിക്ക് കഴിയുമോ എന്ന് നമ്മൾക്കറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയെങ്ങാനും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റമദാനിനെ സ്വീകരിച്ചുവെങ്കിൽ ആ റമദാനിനെ നമ്മൾ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താതെ അത് വൃഥാവിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നരകത്തിൽ ആപതിക്കുമെന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നത്. നോമ്പ് എന്ന് പറയുന്നത്, സൗം എന്ന് പറയുന്നത് ജുന്നത്തുൻ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അസ്സൗമു ജുന്ന. എന്താ? നോമ്പ് ഒരു പരിചയാണ്. നോമ്പ് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയാകണം. നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ നോമ്പിന്റെ ചൈതന്യം കളഞ്ഞു കുളിക്കാതെ ജീവസുറ്റ നോമ്പായി നമ്മളെ നോമ്പ് മാറണം. അങ്ങനെയാകുമ്പോ നോമ്പ് ഒരു പരിചയായി മാറും. അത് മുഖേന നരകത്തിൽ നിന്ന് നമ്മെ അകറ്റപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അൻ അബീ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറയാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുക്കുന്ന ഒരാൾ, അതിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവനെ ദൂരെയാക്കും, വജ്ഹഹു, അവന്റെ മുഖങ്ങളെ, അവന്റെ മുഖത്തെ അല്ലാഹു വിദൂരമാക്കും, അനിന്നാർ, നരകത്തെ തൊട്ട്. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താ? ദുനിയാവാണോ നമ്മുടെ ലക്ഷ്യം? അല്ലല്ലോ. പരലോകത്തെ മോക്ഷമല്ലേ, സ്വർഗമല്ലേ നമ്മുടെ ആഗ്രഹം? എങ്കിൽ ഇതാ ഒരു മാസം ഇതാ നിങ്ങൾക്ക് അനുവദനീയമാണ്. സ്വർഗം നേടിയെടുക്കാൻ, അത് പെറുക്കിയെടുക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ പരിപൂർണമായും നന്മകളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മളെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുന്നുവല്ലേ? നമ്മുടെ മനസ്സുകൾ പാകപ്പെടുത്തിയോ? നമ്മുടെ മനസ്സുകൾ നമ്മൾ പാകപ്പെടുത്തിയോ? ശുദ്ധീകരണം വരുത്തിക്കൊണ്ട്, കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മനസ്സിനെ നോമ്പിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട് നമ്മൾ. അപ്പോ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്
യൗമുൽ ഹിസാബ് വരാനുണ്ട്. ആ യൗമുൽ ഹിസാബിൽ എനിക്കെന്റെ നോമ്പ് സാക്ഷി പറയണം. മാത്രമല്ല മാനവരാശിയുടെ മാർഗദർശനമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അവതീർണമായ ഒരു മാസമല്ലേ നോമ്പ്? അതുകൊണ്ടാണല്ലോ പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കണം എന്ന് കൽപ്പിക്കപ്പെട്ടത്. ശഹ്റു റമദാൻ, നോമ്പിന്റെ മാസം. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ, ആ മാസത്തിൽ ആരാണോ ജീവനുള്ളത്, ആർക്കൊക്കെയാണോ ജീവനുള്ളത്, ഫല്യസുംഹു, ആ മാസത്തെ അവർ നോമ്പാക്കട്ടെ. ഇത്രമാത്രം കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഈ വസ്തുത, ആ ഒരു സാഹചര്യം, ആ ഒരു സന്ദർഭമാണ് നമ്മളിലേക്ക് ഇതാ കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ നോമ്പിനെ കുറിച്ചുള്ള ചിന്തകളും നോമ്പിനെ കുറിച്ചുള്ള സംസ്കാരങ്ങളും മാത്രമാണ് നമ്മിൽ നിന്നുണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് നോമ്പ് വരുന്നതിന് മുമ്പേ ഞാനും നിങ്ങളും ഈ ഒരു മാസം പല വിഷയങ്ങളും വരുമ്പോ, ഒരു മംഗലുണ്ടാകുമ്പോ നമ്മൾ 6 മാസം മുമ്പേ അതിനു വേണ്ടി ആലോചിക്കാറുണ്ട്. 6 മാസം മുമ്പ് നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലേ? ദുനിയാവിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യം നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുന്നു. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസം എങ്ങനെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? ബാദിറൂ ഇലൽ അഅമാൽ അസ്വാലിഹാത്ത്, ഏറ്റവും സൽക്കർമ്മകരമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിടണം. വസാരിഊ, ധൃതിയിൽ മത്സരിക്കണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനങ്ങളിലേക്ക് നിങ്ങൾ മത്സരം കാണിക്കണം. ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കണം എന്ന ചിന്തയോടുകൂടി മത്സരം കാണിക്കണമെന്ന് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. അപ്പൊ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. ഇത് കൃത്യമായും മനസ്സിലാക്കി പരിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യാൻ നമ്മൾ ഒരുങ്ങുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത്, ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമളാനിനെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടും എന്നതാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതാണല്ലോ നോമ്പിൻ്റെ സമയം. അനുവദനീയമായ പല സംഗതികളും നമ്മൾ ഒഴിവാക്കുകയാണ് അള്ളാഹ്ക്ക് വേണ്ടി. അൽ-അക്ലു വശുർബ്, തീറ്റി കുടി, അന്നപാനീയങ്ങൾ വെടിയുകയാണ്. ലൈംഗികതയോട് പകൽ സമയങ്ങളിൽ നാം രാജി പറയുകയാണ്. അള്ളാന്റെ കൽപ്പന, പകലിൽ നിങ്ങൾ ഇങ്ങനെ ആകണം എന്ന് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നാം അത് സ്വീകരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അനുവദനീയമായ പല സംഗതികളും ഒഴിവാക്കി അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ഈ ഒരു മാസം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്.
പക്ഷെ അത് വെറുതെ ഒരു പട്ടിണി കിടക്കേണ്ട ഒരാവശ്യം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാന്ന്. നോമ്പെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മര്യാദകൾ പാലിക്കണം. മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, നോമ്പെടുത്തിട്ട് അനാവശ്യമായ വർത്തമാനങ്ങളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളും ചെയ്യുന്നുവെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ഒരാവശ്യവുമില്ല, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യവുമില്ല. ഫീ അൻ യദഅ തആമഹു വശറാബഹു, എന്തിനാ പട്ടിണി കിടക്കണേ? എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? അപ്പൊ ഭക്ഷണം ഒഴിവാക്കുക, പാനീയങ്ങളൊക്കെ ഒഴിവാക്കുക. അള്ളാഹ്ക്ക് ഒരു പ്രത്യേകിച്ച് അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല, അങ്ങനെ പട്ടിണി കിടക്കണം. അതുകൊണ്ട് മര്യാദകൾ പാലിച്ചേ മതിയാവും. മറ്റൊരു പ്രധാന സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് യഥാർത്ഥത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത്, നല്ല ചിന്തയിൽ നിന്ന് നമ്മെ പിറകോട്ട് കൊണ്ടുപോകുന്നത്, ഞാനും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സെൽഫോൺ എന്ന് പറയുന്നത് ഒരു ഇബ്ലീസ് വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഗതിയാണ്. എന്നാൽ ഒരുപാട് ഉപകാരങ്ങളും അതിനുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ റമദാൻ നഷ്ടപ്പെട്ടു പോകരുത് ഈ ഇബ്ലീസിൻ്റെ പണിയെടുത്തിട്ട്. നമ്മൾ ഈ സമയത്തെ എന്തിനാ കൊല്ലുന്നത്? നോമ്പെടുത്ത് സമയത്തെ കൊല്ലണോ? എങ്ങനെയെങ്കിലും നോമ്പ് തുറക്കുന്ന സമയമാവുക, ഇതാണോ നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? വളരെ കൃത്യമായി നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇബ്ലീസ് കൂട് കെട്ടി താമസിക്കും. നമ്മളെ ബെഡ്റൂമിലൊക്കെ ഇബ്ലീസ് കിടന്നുറങ്ങി, AC ഒക്കെ ഇട്ട് സുഖമായി കിടന്നുറങ്ങി ഒരു നയാ പൈസ റെന്റ് തരാതെ എണീറ്റ് പോവുക. ഇതിനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കരുത്. നോമ്പ്, വിശിഷ്യ നോമ്പിൻ്റെ നാളുകൾ നമ്മൾ ഒരു തീരുമാനത്തിലെത്തണം. ഏതെല്ലാം സമയത്ത് എന്തെല്ലാം നമ്മൾ അതിന് അഡിക്റ്റായി നമ്മളെ മക്കൾ, അതുപോലെ തന്നെ വീട്ടിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ ഒരു ഇബ്ലീസിയൻ സിദ്ധാന്തവുമായിട്ട് ഇങ്ങനെ നടക്കുക. ഇവിടെ നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു, മാസം കണ്ടാൽ നോമ്പെടുക്കുക. വൈദാ റഅയ്തുമുൽ ഹിലാല ഫഫ്തിറു, നോമ്പ് തീരുമ്പോൾ അവിടെ അങ്ങനെ തന്നെ മാസം കണ്ടാൽ നോമ്പ് സ്റ്റോപ്പ് ചെയ്യുക. ഫൈൻ ഹും അലൈക്കും, അറബി മാസം എന്ന് പറയുന്നത് ഒന്നുകിൽ 29 അല്ലെ 30, 31 ഉണ്ടാവില്ല, 28 ഉണ്ടാവില്ല. അറബി മാസം ഇത് രണ്ടേ ഉണ്ടാവും, ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. ഫൈൻ ഹും അലൈക്കും, മേഘാവൃതമായാൽ 30 പൂർത്തി, മാസം കണ്ടില്ല 30 പൂർത്തിയാക്കണം. ഫസൂമു 30 യൗമൻ, 30 പൂർത്തിയാക്കണം. അവിടെയാണ്, അതാണ് നോമ്പ് എപ്പോൾ നോൽക്കണം, എപ്പോൾ എടുക്കണം എന്നതിൻ്റെ തീരുമാനം റസൂലുള്ളാഹി പറഞ്ഞതാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും പല വീടുകളിലും തറാവീഹ് നമസ്കരിക്കും, വീട്ടിൽ പോകും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, പിന്നെ ഒരൊറ്റ ഉറക്ക. അത്താഴമില്ലാതെ നോമ്പിനെ നമ്മൾ ചെലവഴിക്കരുത്. അത്താഴം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫൈന ഫിസ് സുഹൂരി ബർക്ക, അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരക്കച്ചുളയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അത്താഴം എന്ന നിലക്ക് ആ നിയ്യത്തോടു കൂടി എഴുന്നേറ്റ് നമ്മൾ അത്താഴം തയ്യാറാകണം, അത്താഴം കഴിക്കണം. അല്ലാതെ ഒരു ഇബ്ലീസിൻ്റെ ഉറക്കം, പിശാചിൻ്റെ ആ ഉറക്കം ഉറങ്ങിയിട്ട് രാവിലെ അങ്ങ് എണീക്കുക എന്ന് വിചാരിക്കരുത്. ഉറങ്ങി തീർക്കാനുള്ളതല്ല നോമ്പ്. രാവിലെ അങ്ങ് ഉറങ്ങി ഉച്ചക്ക് എണീക്കുക, ലോറ് നിസ്കരിച്ച് പിന്നെയും കിടക്കുക, അസറിന് എണീക്കുക, ഒരു നിക്കാരവും ഉറക്കുക, വെറും നിക്കാരോ ഉറക്കൂ. അങ്ങനൊന്നും നോമ്പെടുത്ത് കഷ്ടപ്പെടണ്ടാതാ. വലൈസലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരാവശ്യവും ഇങ്ങനെ ഇടങ്ങേറായി എടുക്കണം എന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഈ അത്താഴം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ ഇത്തിരി ധൃതിയാവണം എന്നതാണ്. ധൃതിയാവുക എന്ന് പറഞ്ഞാൽ 6:00 ബാങ്ക് കൊടുക്കണേന് 6:25 നോമ്പ് തുറക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.
6:30 6:30 തുറക്കണം. പിന്നെ ഒരു വസ്വാസ് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ പിന്നെ വസ്വാസ് വേണ്ട. സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക. പ്രത്യേകിച്ച് വസ്വാസ് കാണിച്ചുകൊണ്ട് അധികം പുണ്യൊന്നും കിട്ടൂല. അതുകൊണ്ട് സമയമായി കഴിഞ്ഞാൽ കൃത്യസമയത്ത് നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കുന്നിടത്ത് ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ലു അൽ ഫിത്ര. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഞങ്ങൾ നോമ്പ് തുറക്കാൻ ധൃതി കാട്ടുന്ന കാലം, ആ സമയം അത്രയും അവൻ ഖൈറിലാണ്. സമയം ആയോ, നോമ്പ് തുറക്കാൻ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം എന്നാണ്. അതിന് ഒരു 5 മിനിറ്റ് മുമ്പേ നമ്മൾ ഇരിക്കണം, പ്രതീക്ഷിച്ചിരിക്കണം. ടൈം ആയി കഴിഞ്ഞാൽ അപ്പം തുറന്നോളണം. ഇങ്ങനെയാണ് നോമ്പിൻ്റെ രീതികൾ. അത്താഴം കഴിക്കണം, നോമ്പ് തുറക്കുന്ന കൃത്യസമയത്ത് തന്നെ നോമ്പ് തുറക്കണം. അതുകൊണ്ട് ഞാൻ അപ്പുറത്തൊന്നും കൊടുക്കട്ടെ ഇപ്പുറത്തൊന്നും കൊടുക്കട്ടെ, നാട്ടിലുള്ള മുഴുവൻ ബാങ്കൊക്കെ കൊടുക്കട്ടെ, ഇങ്ങനെയൊന്നും ഇടങ്ങേറാകേണ്ട വിഷയമല്ല. സമയമായി എന്ന് ഉറപ്പ് വന്നാൽ ഉടനെ നോമ്പ് തുറക്കും. ഇതാണ് ഇസ്ലാം. ആ നിലക്ക് നോമ്പാണ്. നോമ്പിനെ നമ്മൾ വളരെ സമാധാനത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നോമ്പിനെ സ്വീകരിക്കുക. അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. നോമ്പ് വരുമ്പം തന്നെ നമ്മുടെ മനസ്സൊക്കെ എല്ലാ കുടില ചിന്താഗതികളിൽ നിന്നും ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ പിണക്കോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നങ്ങ് മാറ്റുക. കുടുംബത്തിലും വീട്ടിലും തമ്മിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഒരു ഹൃദയ വിശാലതയോടുകൂടി നോമ്പിനെ സ്വീകരിച്ചാൽ നോമ്പ് തീരോളം തന്നെ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ആ ചിന്ത നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ അതിനെ നല്ല നിലക്ക് സ്വീകരിക്കാനും വളരെ സന്തോഷത്തോടു കൂടി നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന നല്ല മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.